നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 7 ഹിരണ്യഗർഭോൽപത്തി. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ ആ വിരാട് സ്വരൂപ ദർശനം. അങ്ങനെ 14 ലോകങ്ങളുടെയും രൂപം കൈക്കൊണ്ട ഭഗവാൻ ഈ 14 ലോകങ്ങളുടെയും മുകളിലായിട്ട് ഉപരിഭാഗത്തായിട്ട് സത്യലോകം എന്ന ഇടത്ത് ബ്രഹ്മാവായിട്ട് സ്വയം ജനിച്ചു എന്നും ആ ബ്രഹ്മാവിന്റെ തപസ്സും പിന്നീട് ആ ബ്രഹ്മാവ് കാണുന്ന വൈകുണ്ഠ ദർശനവുമാണ് ഈ ഒരു ദശകത്തിൽ വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം: ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനാം തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ പുസ്പീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം യഹ അഭൂത് സ്പീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാ രസ. ഏവം ദേവ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ചതുർദശാത്മക ജഗത് രൂപേണ, അങ്ങനെ 14 ലോകങ്ങളുടെയും രൂപത്തിൽ ജാതഹ പുനഃ, അങ്ങനെ ജനിച്ചു. അതിനുശേഷം തസ്യ ഊർധ്വം, അതിന്റെ ഏറ്റവും ഉപരിഭാഗത്തായിട്ട്, അതായത് ഈ 14 ലോകങ്ങളുടെയും മുകളിലായിട്ട് ഖലു സത്യലോക നിലയെ, അതാണ് സത്യലോകം. ആ സത്യലോകത്തിൽ ജാതോസി ധാതാ സ്വയം, ജാതനായി സ്വയം ബ്രഹ്മാവ് എന്ന പേരോടുകൂടി. യംശം സന്ധി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം, അഖില ഈ 3 ലോകങ്ങളുടെയും സർവ ജീവജാലങ്ങളുടെയും ജീവാത്മാവായിട്ട് വിളങ്ങുന്ന ഭഗവാനെയാണ് ഹിരണ്യഗർഭൻ എന്ന് വേദങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ ഭഗവാനാണ് ഇങ്ങനെ രജസ് സത്വഗുണം, അങ്ങനെ ആ 2 ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്ന രൂപേണ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അവിടെ കൂടുതലും അധികരിച്ചിരിക്കുന്നത് രജോ ഗുണമായതിനാൽ അവിടെ ഞാൻ എന്ന ഒരു ഭാവം അവിടെ ഉണർന്ന് പ്രവർത്തിക്കും. അതാണ് പറയുന്നത്: സ്പീത രജോ വികാര വികസൻ നാനാസി സൃക്ഷാരസ. അങ്ങനെ ആ രജോ ഗുണത്തെ വർദ്ധിച്ചു വന്ന ആ രജോ ഗുണ വികാരത്താൽ ഞാൻ എന്ന ആ ബോധത്തോടു കൂടി എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യണം, സൃഷ്ടികർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത അധികരിച്ചു വന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടു കൂടിയവനായിട്ടുള്ള ആ ബ്രഹ്മാവ് അങ്ങനെ അവതരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുന തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ പൂസ്പീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസ. ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതപേത്യേവം ഹി വൈഹായസിം വാണിം യേനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണാം. സോയം സഹ അയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാന സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത് ത്വം ജഗതാം പദേ തപ തപേത്യേവം തപ തപ ഇതി ഏവം ഹി വൈഹായസിം വാണിം ഏനം അശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണാം. സോയം സഹ അയം, അങ്ങനെ ആ ബ്രഹ്മാവ് വിശ്വവിസർഗദത്ത ഹൃദയ, ആ വിശ്വത്തെ സൃഷ്ടിക്കണം എന്നുള്ള ആ വിശ്വത്തിന്റെ ചരാചരങ്ങളുടെ സൃഷ്ടിയിൽ ശ്രദ്ധാലുവായിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ആഗ്രഹത്താൽ സംപശ്യമാനഹ സ്വയം, അങ്ങനെ
ആ വിഷയത്തെക്കുറിച്ചൊന്നും മനസ്സിലാകാതെ ബോധം ഖലു അനവാപ്യ ആ വിശ്വവിഷയത്തെ എങ്ങനെ ആ ഒരു സൃഷ്ടി എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള ആ ഒരു ബോധം മനസ്സിലുണ്ടാകാതെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ആ വിശ്വവിഷയം തന്നെ ചിന്തിച്ചുകൊണ്ട് ചിന്താകുലസ്ഥിവാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് അങ്ങനെ ഇരുന്നു. താവത് ത്വം അല്ലയോ ഭഗവാനെ അപ്പോൾ അവിടുന്നാകട്ടെ ജഗദാംബതേ തപ തപ ഇതി ഏവം ഹി വൈഹായസിം തപസ് ചെയ്യൂ എന്നുള്ള ഒരു വൈഹായസിം വാണിം അതായത് അശരീരി വാക്ക് ഏനം അശിശ്രവ അങ്ങനെ ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു കൊടുത്തു. ശ്രുതി സുഖാം കുറുവം തപപ്രേരണാം അത്ര ശ്രുതി സുഖമായിട്ടുള്ള അതായത് മനോഹരമായിട്ടുള്ള ആ ഒരു അശരീരി വാക്ക് തപസ്സിന് പ്രേരണ നൽകുന്ന പോലെ ഉള്ള ആ ഒരു വാക്ക് കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതവേത്യേവം ഹി വൈഹായസിം വാണിം യേനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണാം. ശ്ലോകം 3. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷസഹസ്രമാത്ത തപസാ തേന ത്വമാരാധിതാം തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠമേകാദ്ഭുതം. കോസൗ കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷു ദീക്ഷ്യ കിം അപി അനീക്ഷിതവത വാക്യാർത്ഥം ഉത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സുനിലയം വൈകുണ്ഠം ഏകാദ്ഭുതം. കഹ അസൗ മാം അവദത് ആരാണോ എന്നോട് ഇത് പറഞ്ഞത് മാം അവദത് എന്നോട് ഇത് പറഞ്ഞത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ഏതൊരു പുമാനാണ് ഏതൊരു പുരുഷനാണ് ഇവിടെ ഇങ്ങനെ പറയാനുള്ളത്? കാരണം സർവത്ര ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇവിടെ ആരാണ് അങ്ങനെ എന്നോട് ഇത് പറയുവാൻ? 5-ാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാകൃത പ്രളയത്തിന്റെ അവസാനത്തിൽ അല്ലെ, സർവത്ര ആ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ചിട്ട് അതിൽ ആണ് ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചതെന്നും ആ ജലത്തിലാണ് ബ്രഹ്മാണ്ടം അങ്ങനെ നിർജീവാവസ്ഥയിൽ കിടന്നതെന്നും ഒക്കെ. അപ്പൊ ആ അണ്ടത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ടാണ് വിരാട് സ്വരൂപ ദർശനം നമുക്ക് കാട്ടിത്തന്നത്. അതിന്റെ ഏറ്റവും ഉപരിഭാഗത്തായിട്ടാണ് ഈ ബ്രഹ്മാവായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ബ്രഹ്മാവിന് താഴോട്ടുള്ളതൊന്നും കാണാൻ വയ്യത്തില്ല, അതിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അവിടെ നോക്കുമ്പോൾ സർവത്ര വെള്ളം മാത്രമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ സർവത്ര ജലമയമായിട്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ ആരാണ് ഇങ്ങനെ എന്നോട് പറയാൻ? അത് ചോദിച്ചിട്ട് ദിക്ഷു ഉദ്ദീക്ഷ്യ അങ്ങനെ ചുറ്റുപാടും നോക്കി ആരെയും കാണാഞ്ഞ് കിം അഭി അനീക്ഷിതവത അവിടെ ആരെയും കാണാഞ്ഞിട്ട് വാക്യാർത്ഥമുത്പശ്യത ആ വാക്യത്തിന്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യം വർഷസഹസ്രം ആത്തതപസ 1000 ദിവ്യ സംവത്സരം തപസ് ചെയ്തു. ആ ഭഗവാനെ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അത്രയും നാള് തപസ് ചെയ്തു. അങ്ങനെ തേന ത്വം ആരാധിതക അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മാവിന്റെ ആ തപസ്സിൽ സംപ്രീതനായിക്കൊണ്ട് തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം അങ്ങനെ ഭഗവാൻ തൻ്റെ ആ ഏകാത്ഭുതമായിട്ടുള്ള അത്യത്ഭുതമായിട്ടുള്ള വൈകുണ്ഠത്തെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാം ദിവ്യം വർഷസഹസ്രമാത്ത തപസാ തേന ത്വമാരാധിതാം തസ്മൈ ദർശിതവാനസി സുനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ശ്ലോകം 4. മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹസാധ്വസമുഖാ
ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ജഗദ്ഭ്യഃ ബഹിഃ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്ര ആനന്ദചരീച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോഃ ബഹിഃ മായാജന്യങ്ങളായിട്ടുള്ള ഒന്നിനും അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുകയാണ്. ജഗദ്ഭ്യോ ബഹി ജഗദ്ഭ്യഃ ബഹിഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഗത്തിന്റെ ഒക്കെ ഏറ്റവും ബഹിർഭാഗത്തായിട്ട്, അതായത് 14 ലോകങ്ങൾക്കും ബഹിർഭാഗത്തായിട്ട് ആ സൂര്യാദി തേജസ്സോടുകൂടി പ്രകാശിച്ചിരിക്കുന്ന പ്രകാശപൂരിതമായിട്ടുള്ള ആ വൈകുണ്ഠ ലോകത്തിൽ മായാജന്യങ്ങളായിട്ടുള്ള കാമക്രോധ ലോഭ മോഹ മതമത്സര്യാദികൾക്ക് ഒന്നും ഒരു സ്ഥാനവുമില്ല. മാത്രമല്ല ശോകക്രോധ വിമോഹ സാധ്വസമുഖ, അത് ഇവയെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞ് ഭാവാഹ തു ദൂരം ഗതാഹ, അതെല്ലാം ദൂരെ പോയിരിക്കുകയാണ്. അവിടെ അതിന്റെ പരിസരത്ത് പോലും ഈ വക മായാജന്യങ്ങളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇവയെല്ലാം ഒഴിഞ്ഞ് പരമജ്യോതി പ്രകാശാത്മകയെ മഹാ തേജസ്സോടുകൂടി പ്രകാശപൂരിതമായിരിക്കുന്ന ആ വൈകുണ്ഠ ലോകത്തിൽ സാന്ദ്ര ആനന്ദചരീ അത്രയും ആനന്ദത്തെ, സാന്ദ്രമായിട്ടുള്ള ആനന്ദത്തെ, ആ പരമാനന്ദ ആനന്ദത്തെ തരുന്ന, അവിടെ അങ്ങ് പരമ ആനന്ദ പ്രവാഹമാണ് എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെയുള്ള വിഭാവിതം തത് തേ ധാമ, അല്ലയോ ഭഗവാനെ, അങ്ങനെ അവിടെ അങ്ങനെയുള്ള ആ ഒരു വൈകുണ്ഠ ലോകം വിജയിക്കട്ടെ എന്ന് പറയുകയാണ്. ബ്രഹ്മാവ് പറയുകയാണ് അങ്ങനെ. അല്ലയോ ഭഗവാനെ, ഇത്രയും സന്തോഷപ്രദമായിട്ടുള്ള, അത്രയും ആനന്ദം തരുന്ന ആ ഒരു മായാജന്യങ്ങളായിട്ടുള്ള യാതൊന്നിനും അവിടെ സ്ഥാനമില്ലാതെ സർവത്ര സന്തോഷമായിട്ട് കഴിയുന്ന ആ ഒരു വൈകുണ്ഠം ലോകം വിജയിക്കട്ടെ എന്ന് പറയുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. മായായത്ര കഥാവിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ശ്ലോകം 5. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാതത്രിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാം ഭക്തിപ്രാപ്ത തഥാവിതോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാം തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാത ത്വിഷോ നാനാഭൂഷണ രത്ന ദീപിതദിശ രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ ദിവ്യന്തി ദിവ്യാ ജന തത് തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠ രൂപം ജയേത്. അങ്ങനെ ഭഗവാൻ കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠ ലോകത്തിൽ ബ്രഹ്മാവ് കണ്ടത് എപ്രകാരമുള്ള ഭക്തനെയാണ് എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് സവിശേഷത അവിടുത്തേത് എന്ന് പറയുകയാണ്. ഏതൊരിടത്താണോ ഭഗവാനുള്ള ആ ഒരു ഉത്തമ ഭക്തി ഇവിടെ ആ ഭക്തിയുടെ മഹാത്മ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ആ ഉന്നത പദവിയോടുകൂടിയിരിക്കുന്ന ആ ദിവ്യാത്മാക്കൾ, അവരെയാണ് അവിടെ ഭഗവാൻ ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞത് എന്ന് പറയുകയാണ്. അങ്ങനെ യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാത ത്വിഷോ, അങ്ങനെ ഭഗവാനെ പോലെ ദിവ്യ ശരീരികളായിട്ട്, അതുപോലെ തന്നെ ഭഗവാനെ പോലെ തന്നെ ചതുർബാഹുക്കളോട് കൂടിയവരായിട്ട്, അതുപോലെ തന്നെ ഭഗവാനെ പോലെ ഇന്ദ്രനീല കല്ലുകൾ പോലെയുള്ള ആ നീലിമ, ആ കൃഷ്ണവർണ്ണമായിട്ടുള്ള ശോഭയോടുകൂടി ഭഗവാന്റെ ആ നിറം എപ്രകാരമാണോ അപ്രകാരം ഭഗവാന്റെ തന്നെ ആ നിറത്തോടുകൂടി, ഭഗവാൻ എത്ര കൈകളുണ്ടോ അത്രയും കൈകളോടുകൂടി, അതുപോലെ തന്നെ ഭഗവാനെ പോലുള്ള അതേ ശരീരത്തോടും കൂടി
മാത്രമല്ല നാനാഭൂഷണ രത്നദീപിത ദിശ രാജദ്വിമാനാലയ. അങ്ങനെ നാനാവിധത്തിലുള്ള ഭൂഷണങ്ങൾ ഭഗവാന് ധരിച്ചിട്ടുള്ള ഏതൊക്കെ ആഭരണങ്ങളാണോ ഏതൊക്കെ ആടകളാണോ അവയെല്ലാം ധരിച്ച് രത്നഭൂഷിതമായിട്ട്, അതുപോലെ തന്നെ മന്ദിരങ്ങൾ പോലെ വിമാനാലയങ്ങൾ പോലെയുള്ള ആ കൊട്ടാരങ്ങളിൽ വസിക്കുന്ന ആ ദിവ്യാത്മാക്കൾ, അതാണ് പറയുന്നത് ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നത പദാഹ. ഭക്തിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രാപ്തമായിരിക്കുന്ന ആ ഉന്നത പദവി സിദ്ധിച്ചിട്ടുള്ള ദിവ്യാജന, അത്രയും ദിവ്യന്മാരായിട്ടുള്ള ആ ദിവ്യജനങ്ങളെ ബ്രഹ്മാവിനവിടെ കാണാൻ കഴിഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഭക്തിയുടെ ആ ഉന്നത അവസ്ഥയിൽ കിട്ടുന്ന ആ പദവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് സാലോക്യം, ഭഗവാന്റെ ആ ലോകത്തെത്തിപ്പെടുന്ന സാലോക്യം. രണ്ടാമത് സാരൂപ്യം, അതാണ് നമ്മളിപ്പോൾ വർണ്ണിച്ചത്. ഭഗവാന്റെ ആ സാരൂപ്യം, ഭഗവാൻ എപ്രകാരമാണോ അതേപോലെ തന്നെ ആ സാരൂപ്യം നേടാൻ കഴിയുന്നു. അതുപോലെ തന്നെ സാമീപ്യം, പിന്നെ ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ സായുജ്യം, അവസാനം നമ്മൾ ഭഗവാനിലേക്ക് ചെന്ന് ചേർക്കപ്പെടുന്നു, ലയിച്ചു ചേരുന്നു. അങ്ങനെ അതിനെ സായുജ്യം എന്ന് പറയുന്നത്. അങ്ങനെ 4 പദവിയാണ് നമുക്ക് ഭഗവാന്റെ ആ ഉന്നത പദവിയിൽ നിന്ന്, ആ ഉന്നത ഭക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നു. അങ്ങനെ പ്രാപ്തമായിട്ടുള്ള ഉന്നത പദവി ആർജിച്ചിട്ടുള്ള ദിവ്യന്മാർ വസിക്കുന്ന ആ വൈകുണ്ഠ ലോകം ജയിക്കട്ടെ എന്ന്, അങ്ങനെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠ ലോകം ജയിക്കട്ടെ എന്ന് മേൽപ്പത്തൂർ പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാതത്വിഷു നാനാഭൂഷണ രത്നദീപിത ദിശാ രാജദ്വിമാനാലയാം ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ശ്ലോകം 6. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുദ്ലതാ തുല്യയാം വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാം ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാ ദിവ്യവധൂജനൈഹി അഭിവൃത വിദ്യുത് ലതാതുല്യയാ വിശ്വ ഉന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാ ദിവ്യവധൂജനൈഹി, അനേകം ദിവ്യവധൂജനങ്ങളാൽ, അതായത് ദിവ്യ സ്ത്രീകളാൽ ചുറ്റും നിന്ന് സേവിക്കുക, അഭിവൃത സേവിച്ചുകൊണ്ട്, വിദ്യുത് ലതാതുല്യ, വൈദ്യുതിയുടെ വള്ളി പോലെ, അതായത് എന്താണ്, മിന്നൽ പിണർ പോലെ, വിശ്വ ഉന്മാദന ഹൃദ്യഗാത്രലതയാ, വിശ്വത്തെ തന്നെ ഉന്മാദം കൊള്ളിക്കുമാറുള്ള മനോഹരമായിട്ടുള്ള കോമളമായ ശരീരത്തോടുകൂടി, വിദ്യോദിതാശാന്തര, മിന്നൽ പിണർ പോലെ ദിക്കുകളെ പ്രകാശിപ്പിക്കുമാറ് ശോഭയോടും കൂടിയുള്ള ആ ലക്ഷ്മീ ദേവി, അല്ലയോ ഭഗവാനെ, ത്വത്പാദാംബുജ സൗരഭൈക കുതുക, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അത്യാസക്തമായിട്ട്, ആ സൗരഭ്യത്തിൽ അത്യാസക്തയായിട്ട്, യസ്മിൻ സ്വയം ലക്ഷ്യതേ, എവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ ആ ലക്ഷ്മി ദേവിയെ, അങ്ങനെ അങ്ങേലുള്ള ആസക്തിയാൽ എവിടെയാണോ പ്രത്യക്ഷമായി കാണപ്പെടുന്നു, അത്രയും വിസ്മയനീയ ദിവ്യവിഭവം, അങ്ങനെ വിസ്മയപ്പെടുത്തുന്നതായിട്ടുള്ള ആ ദിവ്യ വസ്തുക്കളെല്ലാം ഉള്ള തത് തേ പദം, അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള ആ പദം മേ ദേഹി മേ, എനിക്കും കൂടെ തന്നാലും ഭഗവാനെ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അതായിട്ട് അപ്പൊ സമ്പത്തിന്റെ അതിദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി മിന്നൽ കൊണി പോലെയാണ് എന്ന് പറയുന്നു. ഐശ്വര്യ ദേവതയാണ്, എവിടെയും സ്ഥിരമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് എന്നാൽ ഭഗവാന്റെ അടുത്ത്, നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിൽ പഠിച്ചായിരുന്നു, ഭഗവാന്റെ അടുത്തല്ലാതെ ഭഗവതി സ്വന്തം ഭക്തന്മാരുടെ അടുക്ക പോലും അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവതിയെ അസ്ഥിര എന്നും അതുപോലെ തന്നെ ചപല എന്നും വിളിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ മുന്നും പഠിച്ച ദശകങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ആ ഭഗവാൻ
നെ സേവിച്ചുകൊണ്ട് കാണപ്പെടുന്നത് വൈകുണ്ഠത്തിലാണ് ലക്ഷ്മി ദേവി സദാചലയും സമയവും എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ പദം എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരണമേ. ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതുപോലെ എന്നെ കൂടെ കാണിച്ചു തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുവാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാം വിശ്വോന്മാദനഹൃത്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാം त्वत्पादाम्बुजसौरभैककुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीय दिव्यविभवं तत्ते पदं देहि मे. ശ്ലോകം 7. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാദ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദിയാകൽപതി പ്രാകൃതിം ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ. തത്രൈവം തത്ര ഏവം പ്രതിദർശിതേ നിജപദേ രത്ന ആസന അധ്യാസിതം ഭാസ്വത്കോടി ലസത് കിരീട കടകാദി ആകൽപ ദീപ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷതവിധി തത് തേ വിഭോ ഭാതുമേ. തത്ര ഏവം പ്രതിദർശിതേ ഇപ്രകാരം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠ ലോകത്തിൽ അല്ലയോ ഭഗവാനെ അവിടുന്ന് നിജപദേ സ്വന്തം സ്ഥാനത്ത്, അതായത് ആ ഭഗവാന്റെ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആ ഒരു സിംഹാസനത്തിനെ വർണ്ണിക്കുകയാണ്. രത്നാസനാധ്യാസിതം രത്നങ്ങളാൽ പതിപ്പിച്ച അത്രയും മനോഹരമായിട്ടുള്ള ആ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന അല്ലയോ ഭഗവാനെ അവിടുന്ന് ഭാസ്വത് കോടി ലസത് കിരീട ഘടകാദി ആകൽപതി പ്രാകൃതി ആ ഭാസ്വത് കോടി ലസത് അതായത് കോടി സൂര്യന്മാർ ഉദിച്ച് ഉണ്ടാകുന്ന ആ പ്രഭ എപ്രകാരമാണോ അതേപോലെ പ്രഭയോടെയുള്ള ആ കിരീട കടകാദികളും ഒക്കെ ധരിച്ച് കിരീടത്തിന്റെ ആ ഒരു പ്രഭയെ പറയുകയാണ്. 1000 സൂര്യന്മാരുടെ ഉദിച്ചുയരുന്ന ആ പ്രഭ അത്രയും പ്രഭയോടെയുള്ള കിരീടവും മറ്റ് കടകാദി ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അങ്ങനെ ശോഭിക്കുന്ന ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീവത്സം എന്ന ആ ഒരു മറുക് ആ മറുകോട് കൂടിയ ആത്ത കൗസ്തുഭമണീച്ചായാരുണം ആ കൗസ്തുഭ രത്നപ്രഭയാൽ അങ്ങനെ അത്രയും തുടുത്തതുമായിട്ടുള്ള വിശ്വേശാം കാരണം ഈശ്വരത്തിന്റെ എല്ലാം കാരണഭൂതനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അവിടുത്തെ തവ രൂപം അവിടുത്തെ ആ രൂപം വിധി ഐക്ഷത അത് ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തുവല്ലോ. ആ രൂപം തേ തത് ഭഗവാനെ ഭഗവാന്റെ ആ രൂപം മേ ഭാതു എനിക്കും കാട്ടിത്തന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ. അങ്ങനെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത പോലെയുള്ള ആ രൂപം എനിക്കും കൂടി ഒന്ന് കാണുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാദ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദിയാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ. താളാംബോധകലായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തത്പ്രസന്നാനനം രാജകമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കാളാംബോധകലായ കോമളരുചീചക്രേണ ചക്രം ദിശ ആവൃണ്വാനം ഉദാര മന്ദഹസിത സ്യന്തത് പ്രസന്ന ആനനം രാജത് കമ്പു ഗദ അരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം സൃഷ്ടുഹു തുഷ്ടികരം വപുഹു തവ വിഭോ മദ്രോഗം ഉദ്വാസേത്.
കാളാംഭോധ കളായ കോമളരുചീചക്രേണ. അത്രയും നീല മേഘം, കാർമേഘം, ആ പുതുനീല മേഘത്തിന്റെ, അതായത് ആ പുതിയ കാർമേഘത്തിന്റെയും കരിങ്കൂവളപ്പൂവിന്റെയും മനോഹാരിതയിലുള്ള ആ അതുപോലത്തെ ആ നീല നിറത്തോടു കൂടിയ കാന്തി പരിവേഷത്താൽ അത് ചക്രേണ ചക്രം ദിശ, ആ ദിക്കുകളെയെല്ലാം ആവരണം ചെയ്തുകൊണ്ട് ഇടവിടാതെ, അതാണ് ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം, അത്രയും ഇടവിടാതെ പ്രസരിക്കുന്ന ആ മന്ദസ്മിതത്താൽ, കാരണം സദാസമയം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖമാണ്, അതാണ് പറയുന്നത്. അത്രയും ആ ഇടവിടാതെ പ്രസരിക്കുന്ന ആ മന്ദസ്മിതത്താൽ പ്രസന്നമായിരിക്കുന്ന മുഖത്തോടു കൂടിയും രാജത് കമ്പു ഗദാരി പങ്കജതര ശ്രീമദ് ഭുജാമണ്ഡലം, ഐശ്വര്യപൂർണമായിട്ടുള്ള ആ കരങ്ങളിൽ, ആ തൃക്കൈകളിൽ വഹിച്ചിരിക്കുന്ന ശംഖ്, ഗദ, ചക്രം, ആ പങ്കജം എന്നിവയോടുകൂടിയും, അതുപോലെ സൃഷ്ടുതുഷ്ടികരം, ആ ബ്രഹ്മാവിന് അത്രയും അനൽപമായിട്ടുള്ള ആഹ്ലാദത്തെ നൽകിയതുമായിട്ടുള്ള വപുഹു, അങ്ങയുടെ ശരീരം, തവ വിഭോ, അല്ലയോ ഭഗവാനെ, മദ്രോഗമുദ്വാസിയാൽ, ഉദ്വാസയേൽ, അത്രയും ബ്രഹ്മാവിന് അത്രയും സന്തുഷ്ടിയെ പ്രദാനം ചെയ്ത ആ അങ്ങയുടെ ആ ദേഹകാന്തി എന്നെ കൂടെ കാണിച്ചിട്ട് എൻ്റെ അസുഖങ്ങളും കൂടി എനിക്ക്, സർവ്വരോഗങ്ങളും കൂടി എനിക്ക് മറക്കുമാറാക്കണമേ, എൻ്റെ ആ അസുഖങ്ങളെ കൂടെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തത്പ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജതര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസേത്. ശ്ലോകം 9. ദൃഷ്ട്വാ സംഭ്രിതസംഭ്രമകമലഹോ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാതയാ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരം ഇത്യാജഷ്ടതം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോ ത്വത്പാദപാദോരുഹേ ഹർഷ ആവേശവശം വദ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസി ഏവ മനീഷിതം, ജാനാസ്യേവ്യ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് ആപാദയ ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം ഇതി ആചഷ്ട തം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ, ദൃഷ്ടുവ, അങ്ങനെ കണ്ടിട്ട്, അതായത് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ അങ്ങനെ സർവാലങ്കാര വിഭൂഷിതനായിട്ട് സ്വർണ്ണ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് അമ്പരന്നു പോയി. ഇങ്ങനെ ഒരു രൂപം ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല. അങ്ങനെ ആ ഒരു വൈകുണ്ഠവും ആ ഭഗവാനെയും അങ്ങനെ ലക്ഷ്മി ദേവി ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ അമ്പരന്നിട്ട് ഭഗവാന്റെ തൃച്ചേവടിയിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അതാണ് പറയുന്നത്, ദൃഷ്ടുവാ സംഭൃത സംഭ്രമ കമലപൂ, അത്രയും സംഭ്രമത്തോടുകൂടി ആ ബ്രഹ്മാവ് പാദപാദോരുഹേ, ഭഗവാന്റെ ആ പാതാരവിന്ദത്തിൽ വീണു വണങ്ങിയിട്ട് ഹർഷ ആവേശവശം വദഹ, അത്രയും ഹർഷ ആതിരേകത്താൽ, അത്ര അത്ഭുത ആഹ്ലാദ ആവേശങ്ങൾക്ക് അധീനനായിക്കൊണ്ട് നിപതിത, അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രീത്യാ കൃതാർത്ഥീ ഭവൻ, അല്ലയോ ഭഗവാനെ, ആ സന്തോഷ അതിരേകത്താൽ കൃതാർത്ഥനായിട്ട് ആ ബ്രഹ്മാവ് പറയുകയാണ്, ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, മമ മനീഷിതം, എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ ആഗ്രഹം എന്താണെന്ന് ജാനാസിയേവ, അങ്ങേ അറിഞ്ഞിരിക്കുന്നുവല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ എല്ലാം തന്നെ, അപ്പൊ അങ്ങേ അറിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ്. അപ്പം ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം, അല്ലയോ ഭഗവാനെ, ആ ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള ആ ഭഗവാന്റെ ആ പരമ തത്വം അത് എനിക്ക് പ്രകാശിപ്പിച്ചു തരണമേ. അതായത് ദ്വൈതം അദ്വൈതം, ആ പ്രപഞ്ചം ബ്രഹ്മം എന്ന ആ രണ്ട് വിധത്തിലുള്ള ആ സ്വരൂപത്തെ എനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കിച്ചു തരണമേ ഭഗവാനെ എന്ന്
തത് ജ്ഞാനം, ആ ജ്ഞാനം, അത് പ്രകാശിപ്പിക്കുന്ന ആ ജ്ഞാനം, ആ അറിവ്, ആ ബ്രഹ്മജ്ഞാനത്തെ ആപാദയാ എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാഷ്ടാംഗം ഭഗവാന്റെ കാൽക്കൽ പ്രണമിച്ചു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂതുത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതാ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ്യമനീഷിതം മമ വിപോ ജ്ഞാനം തഥാ പാതയാം ദ്വൈതാദ്വൈതഭവസ്വരൂപപരമിത്യാജഷ്ടതം ത്വാം ഭജേ. 9 ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഖദാം. ആതാംബേ ചരണേ വിനമ്രം അഥ തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധഃ തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോപി സംജായതേ ഇത്യാപാശ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്ത ഗൂഢ സ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സഹ ഭഗവൻ ഉല്ലാസയ ഉല്ലാഖതാം. അഥ അനന്തരം ആതാമ്രേ ചരണേ, അങ്ങനെ ഭഗവാന്റെ ആ ഇളം ചുമന്ന ആ തൊടുത്ത ആ പാതാരവിന്ദങ്ങളിൽ കിടക്കുന്ന വിനമ്രമഥത്തം, അത്രയും നമസ്കരിച്ചങ്ങനെ കിടക്കുന്ന ആ ബ്രഹ്മാവിനെ കണ്ടിട്ട് ഹസ്തേന ഹസ്തേ സ്പൃശൻ, ബ്രഹ്മാവിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ബോധസ്തേ ഭവിതാന സർഗവിധിർ, ബോധസ്തേ, ആ ബോധം നിനക്കുണ്ടായിക്കൊള്ളും. എന്താണ് നിനക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചത്, ആ ജ്ഞാനം നിനക്ക് വന്നു ചേർന്നുകൊള്ളും. മാത്രമല്ല ന സർഗവിധിഭിഹി ബന്ധോവി സംജായതേ, അപ്പൊ ആ ഒരു സർഗ സൃഷ്ടിയിൽ നിനക്ക് യാതൊരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഉണ്ടാവുകയും ഇല്ല. ഇതി ഗിരം അപാശ്യ എന്ന് പറഞ്ഞിട്ട് നിതരാം പ്രദോഷ്യ, വളരെയധികം സന്തോഷിപ്പിച്ചിട്ട് സ്വയം തത് ചിത്തഗൂഢഃ, ഭഗവാൻ സ്വയമേ ആ ബ്രഹ്മാവിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഗൂഢമായി മറഞ്ഞിരുന്നു കൊണ്ട് തം സൃഷ്ടവും സമുദൈരയഃ, ആ സൃഷ്ടിയിൽ ഭഗവാൻ, ആ പ്രപഞ്ച സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചു. ഇതുപോലെ ബ്രഹ്മാവിനെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന ഭഗവാനെ അത്രമാത്രം അടുത്തറിഞ്ഞ് അതുപോലെ ഭക്തിയോടെ അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്ന മറുപടിയും നമുക്ക് മനസ്സിലാകും എന്ന് പറയുമ്പോൾ പലർക്കും അത് തമാശയായിട്ട് തോന്നും. പക്ഷെ അതേപോലെ അത്ര ആ അകമഴിഞ്ഞ ഭക്തിയോടെ ഭഗവാനെ അങ്ങനെയൊന്ന് ആശ്രയിച്ചു നോക്കൂ. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നമ്മൾ ഓരോ പ്രതിസന്ധിയിൽ പെട്ടുപോകുമ്പോൾ ഭഗവാൻ തരുന്ന ആ ഒരു അനുഭവം, ആ ഒരു മറുപടി നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനും കഴിയും, അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. അതേപോലെ ബ്രഹ്മാവ് എന്താണോ ആഗ്രഹിച്ചത് അത്ര ഏകാഗ്രമായിട്ടിരുന്ന് ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടിരുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനെ കാണാൻ ഇടയായി. അത് എവിടെയാണ് കാണുന്നത്? അവനവരുടെ ഉള്ളിലാണ് ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റുക? ഭഗവാൻ പറയുന്നത് കേൾക്കാനും കഴിയും എന്നുള്ളതാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ. അത് രണ്ട് മനസ്സോടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകൂല. ഒരു കുഞ്ഞു കുട്ടിയുടെ അടുക്ക ഒരു തീ കാണിച്ചും വെച്ച് അതൊരു പൂവാണ് മക്കളെ, അല്ലെങ്കിൽ എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരമാണോ ആ കുഞ്ഞ് ഓടിപ്പോയി എടുത്തോണ്ട് വരുന്നത്, അതേ മനസ്സ്, അതേ നിഷ്കളങ്ക ഭാവത്തോടു കൂടി ഭഗവാനെ ആരാധിച്ചാൽ, ഭഗവാനോട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ പറയുന്നതും ഭഗവാൻ കേൾക്കുന്നുണ്ടെന്നും അതിന് മറുപടി നമുക്ക് കിട്ടുന്നുണ്ട് എന്നും നമുക്ക് സ്വയമേവ ബോധ്യപ്പെടുന്നതാണ്. ഞാൻ പറയുന്നത് ഭഗവാൻ അങ്ങനെ ബ്രഹ്മാവിന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ദശകം ഇവിടെ അവസാനിക്കുകയാണ്. ആദാമ്രേ ചരണേ വിനമ്രദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവാൻ ഉല്ലാസയോല്ലാഖദാം. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.